40 വർഷത്തെ പൊതുജീവിതം, അതിൽ 15 വർഷക്കാലം ദേവികുളത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ എസ് രാജേന്ദ്രൻ ഒടുവിലിതാ CPM ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നിരിക്കുന്നു. രാജേന്ദ്രൻ BJPയിൽ എത്തിയതോടെ വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്ന BJPയുടെ അവസ്ഥ, അതായത് ദേവികുളം നിയമസഭാ മണ്ഡലം ഇപ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി മാറി എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. BJP കേന്ദ്രങ്ങളെല്ലാം അത്തരത്തിലാണ് മൂന്നാർ ദേവികുളം നിയമസഭാ മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ രാജേന്ദ്രൻ്റെ BJP ബാന്ധവത്തിലൂടെ മാറ്റം ഉണ്ടാകുന്നത്? എന്താണ് ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്നത് രാജേന്ദ്രനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒപ്പത്തിൽ നമസ്കാരം. നമ്മൾ മുൻപ് കണ്ടതിന് വിപരീതമായി ചില വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ് താങ്കളുമായിട്ട് ഞാനിപ്പോൾ സംവദിക്കാനെത്തുന്നത്. എന്താണ് ഇങ്ങനെ അങ്ങൊന്ന് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ വഴി മാറാൻ തീരുമാനിച്ചത്? താങ്കളെ എൻ്റെ ഇതിന് മുൻപുള്ള ഒരു 5 വർഷക്കാലത്തെ വീഡിയോ അല്ലെ പിന്നെ ചാനൽ ചർച്ചകൾ കേട്ടിട്ടുണ്ടാവും. എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അവഗണിക്കട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഉപദ്രവം എന്ന് പറയുന്നത് എന്നെക്കാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുക, ജയിലിലിടുക, ജോലിയിൽ ഉപദ്രവം ചെയ്യുക, അവഗണിക്കുക, അപമാനിക്കുക, ഇങ്ങനെ ഞാൻ നേരിട്ട് എനിക്കെന്തുമാത്രം വന്നാലും സഹിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കളായ ആളുകൾ, അവരോടെല്ലാമാണ് ഈ പെരുമാറ്റങ്ങൾ. അതോടൊപ്പം ഇപ്പോൾ ഒരാളിനെ ഒരു പോലീസ് കേസ് വന്നു, എനിക്ക് നേരിട്ട് പോലീസിൽ ഇടപെട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയുമ്പോൾ നേരെ എതിരായിട്ടാണ് അവിടെ അവതരിപ്പിക്കുകയും നമ്മളെ ഉത്തരിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബസ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് ബസ് വാങ്ങിച്ചു കൊടുത്തു, അതിൽ എൻ്റെ പേര് MLA ഇന്നയാളെന്ന് എഴുതി വെച്ചു. അത് കേരളത്തിൽ മുഴുവനും പദ്ധതികൾ നടക്കുന്ന FC പോയപ്പോൾ നമ്മുടെ പേരങ്ങ് മായിച്ചേക്കുക. അങ്ങനെ മൂന്നാറിൽ 2 സ്കൂൾ ബസ് അങ്ങനെ മാറ്റി, ചിത്രപുരത്ത് മാറ്റി, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, പിന്നെ അത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കലായ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് ഒപ്പം നിൽക്കുന്നവർ പലരും ആലോചിക്കുകയും എന്നോട് ദീർഘകാലമായി പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിച്ചു, CPA ആലോചിച്ചു, കേരള കോൺഗ്രസ്സുകാർ വന്നിരുന്നു, RPIക്കാർ, ഇങ്ങനെ പലരും വന്നിരുന്നപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് അവസാനം എന്താണേലും വൈരുദ്ധ്യമായ ഒരു രാഷ്ട്രീയ പോളിസിയുള്ള സ്ഥലമാണെങ്കിൽ പോലും, അത്ര കടുപ്പമാണെങ്കിൽ പോലും ഉൾക്കൊള്ളുക എന്നുള്ള നിലയിലേക്ക് ഈ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവിടെ അങ്ങനെ ഉന്തിക്കൊണ്ട് അവിടെ ചേർത്തത്. അപ്പോൾ എന്ത് വന്നാലും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ രാജേന്ദ്രനെ ഇപ്പോൾ ഉപദ്രവിക്കുക, താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളോട് ചേർന്ന് നിന്ന ആളുകളെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ ബസ്സിൽ നിന്നും താങ്കളുടെ പേര് ഒഴിവാക്കി, അല്ലെങ്കിൽ താങ്കൾ MLA ആയിട്ട് ഇരുന്നപ്പോൾ നൽകിയ ബസ്സുകളിൽ സാധാരണ ഇതിൽ MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി, അല്ലെങ്കിൽ MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി എന്നൊക്കെയാണല്ലോ സാധാരണ എഴുതി വെക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം താങ്കളെ ഈ ഒരു കടുത്ത തീരുമാനം, കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നൊരാൾ BJP പോലുള്ളൊരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വരാൻ തക്കതായ ഒരു കാരണം കാണണം. അത് ഈ പറയുന്ന താങ്കൾ ഉദ്ദേശിക്കുന്ന ഞാനത് ലഘുവായി കാണുകയല്ല, പക്ഷേ ലഘുവെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന കാരണങ്ങളാണിത്. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത്? അതായത് ആ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഞാൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ശക്തി എന്താണെന്നും അത് എന്താണോ എന്നും എനിക്കറിയാം, എൻ്റെ കൂടെ ഉള്ള ആളുകൾക്കും അറിയാം. അതോടൊപ്പം അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സ്വാധീനമുള്ള ഒരു സ്ഥാപനം വേണം എന്നുള്ളതാണ് അക്കാര്യത്തിലുള്ളത്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പിൻഗാമികളായ നമ്മുടെ മക്കളുടെ മക്കളോ വരുമ്പോൾ പിന്നെ ഒരു രാഷ്ട്രീയ
ഒരു സംരക്ഷണം, രാഷ്ട്രീയ സംരക്ഷണം സമൂഹത്ത് വേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ കുടുംബമുണ്ട്, താങ്കൾക്ക് മക്കളുണ്ട്. ഈ മക്കളെ അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനം താങ്കൾ ഇതുവരെ പ്രവർത്തിച്ച ആ പാർട്ടിയിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നോട് പിന്നെ CPM-ൻ്റെ നേതാവ് പറഞ്ഞത്, മക്കളെയും ഭാര്യയെയും അച്ഛനെയും അമ്മയും കണ്ട് നാട്ടിൽ പോയിക്കൂടെ, നാട്ടിൽ വെച്ച് നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേതാക്കന്മാർ ചുമ്മയല്ലല്ലോ വർത്തമാനങ്ങൾ പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് എന്തിനാണ്, ഇനി നേരെ നാട്ടിൽ പോയിക്കൂടെ എന്ന് പറഞ്ഞാൽ ജനിച്ച മണ്ണ് വിട്ട് നാട് വിട്ട് പോകണമെന്നാണ് എൻ്റെ ആവശ്യം. ആരാണത് പറഞ്ഞത്? അതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനൊന്നും എനിക്കിപ്പോൾ പറയാനുള്ള അത് സ്പെസിഫിക് അല്ലെ. CPM-നെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിൽ ഏത് നേതാവ് എന്ന് പറഞ്ഞു? ഞാൻ അതിലേക്ക് ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ട്. അതിന് അങ്ങേക്കാളും ഈ നേതാവിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായ ആളാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ കൂടെ നടന്ന ആളാണല്ലോ. ഞാൻ 40 വർഷക്കാലം പ്രവർത്തിച്ച ഒരു പാർട്ടിയാണല്ലോ. അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നും ആര് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗ്രാവിറ്റി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണോ, ജില്ലാ കമ്മിറ്റി? ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. കാരണം അതിന് പുതിയൊരു പ്രശ്നത്തിലേക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. അത് എന്നെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല, എൻ്റെ മുമ്പിലുള്ള ആളുകളെ ജയിലിലിട്ടു, ജോലിയിൽ നിന്ന് അവഗണിച്ചു, പുറത്താക്കി, അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്നു എന്നുള്ള അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് നമ്മൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് നിലപാടെടുക്കേണ്ടി വരിക. എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് രാഷ്ട്രീയ പാർട്ടി വേണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല, അതിലൊന്നും ആഗ്രഹമുള്ളതല്ല. അതെല്ലാം മടുത്തു പോയി നിൽക്കുന്നയാളാണ്. 4 വട്ടം മത്സരിച്ചു, 40 ദിവസം പ്രവർത്തിച്ചു. ഇനി പുതിയതായി നമുക്ക് ഒരു മേഖലയിലൊന്നും അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഒരു 10-15 വർഷക്കാലം വേണേൽ നമുക്ക് ഒരു സജീവമായി രംഗത്ത് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളോടൊപ്പം നിന്ന ആളുകളുടെ പിൻഗാമികളായി വരുന്നവർക്ക് ഒരു സാമൂഹികമായ സുരക്ഷ, ഒരു പൊളിറ്റിക്കൽ ഒരു സംരക്ഷണം എത്ര കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പാർട്ടികളിൽ നിന്ന് ലഭ്യമാകും? അതിന് പകരം കണ്ടെത്തേണ്ട ഒരു നമുക്ക് ഇഷ്ടമല്ലേലും ചിലത് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, 5 വർഷത്തോളം, അതായത് ഇപ്പോൾ 5 വർഷം തികയുന്നു താങ്കളെ പിന്നെ പുതിയൊരു MLA ഉണ്ടായതിനു ശേഷം, അതായത് താങ്കൾക്ക് സീറ്റ് നൽകാതെ അല്ലെങ്കിൽ താങ്കൾ മത്സരിക്കാതെ 5 വർഷം കഴിയുന്നു. ഏകദേശം ഒരു 10 വർഷത്തെ ഇടവേള അല്ലേ സജീവ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന്? 5 കൊല്ലം. 5 വർഷം. 5 വർഷം ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ താങ്കളുടെ പേരിൽ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. പാർട്ടി നടപടി സ്വീകരിച്ചത് താങ്കൾക്ക് അച്ചടക്ക നടപടിക്ക് ശേഷം 1 വർഷത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. 1 വർഷത്തിന് ശേഷം പാർട്ടി സ്കൂട്ടനിങ്ങും പാർട്ടി മെമ്പർഷിപ്പിലേക്കൊക്കെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അതോ താങ്കളുടെ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു? അത് താങ്കൾ സ്വയം ഈ പാർട്ടിയിലേക്ക് ഇനി സജീവമായി വരേണ്ടതില്ല എന്ന് താങ്കൾ കരുതുകയാണോ? എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ആ നിലപാടെടുക്കേണ്ട കാര്യം. ഒരു പാർട്ടി മെമ്പറോട് നടപടി സ്വീകരിക്കുന്നത് പാർട്ടി മെമ്പറെ ബോധ്യപ്പെടുത്താനും കൂടെ നിർത്താനുമാണ് പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. ആ നടപടി എടുക്കുമ്പോൾ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. ഞാൻ ജില്ലാ കമ്മിറ്റിയിലുള്ളപ്പോൾ എന്നോട് ഈ പാർട്ടിയോട് കാണിച്ച ചതിയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സാഹചര്യങ്ങളോടൊപ്പം എന്നെ നിർത്തി വിലയിരുത്തി നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള അവകാശവും അവസരമുള്ള നേതാക്കന്മാർ പോലും ഒരു അക്ഷരം പോലും എന്നോട് ചോദിക്കാതെ നേരിട്ട് നടപടിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഞാൻ ബ്രാഞ്ചിൽ നിൽക്കാം എന്ന് ഞാൻ സ്വയം പറഞ്ഞതിൻ്റെ കാര്യം. കോടിയേരിയും പിണറായിയും ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞിട്ട് പോലും പാർട്ടി ജില്ലാ കമ്മിറ്റി അനുസരിക്കുവാൻ ജില്ലാ കമ്മിറ്റിക്ക് കഴിയാതെ വരുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ നിർബന്ധം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ നേരിട്ട് ഇടപെടുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതായിരുന്നു. ഇടയ്ക്ക് ഒരു കാര്യം, അതായത് പാർട്ടി നടപടി എടുക്കുന്നു, എന്ത് കാരണം കൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത് എന്നത് സംബന്ധിച്ച്
ഈ ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ ഒരാൾ കുറ്റം ചെയ്തു, ആ കുറ്റം എന്താണെന്ന് അയാളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ടല്ലോ. ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണെങ്കിലുണ്ടല്ലോ താൻ ഇന്നത് ചെയ്തു എന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ടോ? താങ്കളെ ബോധ്യപ്പെടുത്തിയോ രാജേന്ദ്രൻ ഇത്തരത്തിൽ തെറ്റ് ചെയ്തു എന്നത് സംബന്ധിച്ച് പാർട്ടി സർക്കുലർ ഇറക്കുകയോ അതോടൊപ്പം തന്നെ താങ്കൾക്ക് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടുണ്ടോ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. എന്നെ അങ്ങനെ ഏതൊരു വ്യക്തിയും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. പക്ഷേ എന്നോട് ഞാൻ ഇരുന്ന കമ്മിറ്റിക്കകത്ത് കമ്മീഷൻ വെക്കാൻ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ അതിന് മുൻപുള്ള ഘടനകളുണ്ട്, നടപടിയുണ്ട്, എന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, എൻക്വയറികളുണ്ട്, വ്യക്തിപരമായ എൻക്വയറി ഉണ്ട്. അങ്ങനെയെല്ലാം നടത്താതെ നേരിട്ട് കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വിടുന്നു. അപ്പോൾ എന്താ മാർഗം? മുൻവിധിയോടുകൂടിയാണ് കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് എങ്ങനെയാണ് കരുതുന്നത്? ശ്രീ വരദൻ്റെ കാലം മുതൽ പിന്നെ മാണിക്യം, സുന്ദരമാണിക്യം, പാൽരാജ്, വൈകുണ്ഠം, ഇങ്ങനെ എനിക്ക് മുൻഗാമികളായിട്ടുള്ള നേതാക്കൾ PN മനോഹരൻ അടക്കമുള്ള ആളുകൾക്കെല്ലാം തുടർന്ന് വന്ന അതേ പാതയിൽ അടുത്ത ഊഴം എനിക്കാണ് എന്ന് ആ സംഭവങ്ങൾ വരുമ്പോൾ എനിക്ക് ബോധ്യമാവുന്നു. വാസ്തവത്തിൽ എന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? നീ രാജയുടെ പേര് പറഞ്ഞില്ല, അല്ലെ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു, വിമൂഹത കാണിച്ചു, എതിരെ അഭിപ്രായം പറഞ്ഞു, പേര് പറഞ്ഞില്ല. ഇതിന് എന്തെങ്കിലും ഒക്കെ അവർ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുകയും ഇപ്പോഴെങ്കിലും രാജയുടെ പേര് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് മീഡിയാസിനറിയാം. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷനേക്കാളും വലുതാണ് പാർട്ടി സമ്മേളനങ്ങൾ. 2 സമ്മേളനം കഴിഞ്ഞു, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതിനിധി രാജേന്ദ്രൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പറഞ്ഞു എന്ന് ഒരു പ്രതിനിധി ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബോധപൂർവം എടുത്ത ഒരു നിലപാട് മുൻഗാമികൾ, എനിക്ക് ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന മുൻഗാമികൾക്കുണ്ടായ അതേ സ്ഥിതി എനിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് എനിക്ക് ഫീലായി, ഞാൻ ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബ്രാഞ്ചിൽ നിൽക്കാമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും നമ്മളെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മണിയാസാൻ പ്രസംഗിക്കുന്നു. കോടിയേരി പറഞ്ഞതിന് ശേഷവും പ്രസംഗിക്കുന്നു, പുറത്താക്കി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആയ സാഹചര്യത്തിൽ പിന്നെ നമ്മൾ അടുത്ത നിലപാട് എന്താണ്? ശരി, നമ്മൾ ഇനി അംഗത്വം പുതുപ്പിച്ചാലും നടക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഉൾക്കൊള്ളാനല്ല. എന്തുകൊണ്ട്? നീ നാട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ 2 വാതിൽ അടച്ചിട്ട സ്ഥിതിയിൽ പിന്നെ നമ്മൾ വീണ്ടും പോയി മുട്ടേണ്ട കാര്യമില്ല, കാത്തിരിക്കാം. 5 കൊല്ലം കാത്തിരുന്നു. എസ് സുന്ദരമാണിക്യം MLA ആയിരുന്നു, CPM നേതാവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വരദൻ ഇവരെല്ലാം ഇവരുടെ എല്ലാം പേരുകളും പിന്നെ ജനപ്രതി ആയിരുന്നോ എന്നെനിക്ക് നിശ്ചയമില്ല. അവരുടെയൊക്കെ പേരുകളാണ് മുൻഗാമികൾ എന്ന് പറഞ്ഞ പേരിൽ താങ്കൾ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ മുൻഗാമികൾക്ക് ഈ പാർട്ടിയിൽ നിന്നും എന്ത് തിക്തഫലങ്ങളാണ് ഉണ്ടായത്? 1-2 അല്ല, അതിന് പറയാൻ ഈ സമയവും പോരാ. അവരോടൊപ്പം യാത്ര ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് ദുഃഖ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെയെല്ലാം ഞാൻ കേട്ടിരിക്കുക. എല്ലാവരുടെയും പറയണ്ട, 2 പേരുടെ പറയോ, എസ് സുന്ദരമാണിക്യവും വരദനും. ഈ 2 പേരുടെ കാര്യം. വരദൻ എന്തായിരുന്നു പറഞ്ഞത്? വരദനും ഇതുപോലെ സ്ഥാനമോഹിയാണ്, അതുകൊണ്ട് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ പുറത്തേക്ക് പോയത് എന്നായിരുന്നു അന്നത്തെ വാദഗതി. വാസ്തവത്തിൽ അങ്ങേര് ഞാനും ഉണ്ടായിരുന്ന അടുപ്പത്തിൽ പുള്ളി എന്നോട് നീ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോരുത്, ഇവിടെ കാണണം, പക്ഷേ എനിക്ക് നിൽക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങോട്ടേക്ക് പോയത്. അവിടെ പോയി മത്സരിച്ചില്ല. അതാണ് ഒരു കാര്യം. സുന്ദരമാണിക്യത്തിൻ്റെ കാര്യം പറയാം. സുന്ദരമാണിക്യത്തിനെ നിർത്തി ജയിച്ചു, പിന്നെ 3 വട്ടം തോറ്റു. അതിനിപ്പോൾ നമ്മളാരും കാരണക്കാരല്ല. അതേ സമയത്ത് അങ്ങേര് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു, റെക്കഗ്നേഷൻ കിട്ടിയപ്പോൾ 1 കൊല്ലം ആകുന്ന മുമ്പ് അയാളെങ്കിൽ മാറ്റിയതിന് ശേഷം ഓർമ്മക്കുറവാണ് എന്നുള്ള പറഞ്ഞാണ് അവരെ മാനസികമായ വേദനയിലൂടെയാണ് അങ്ങേര് സൈലൻ്റായി നിന്നത്. അപ്പം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പാൽരാജിനെ എന്തെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു, ഒപ്പം നിന്ന് മനോഹരൻ, അതേപോലെ മനോഹരൻ്റെ മരണത്തിന് ഏത് നേതാവാണ് പോയത്? അപ്പോൾ ഇതെല്ലാം 1-2 അല്ല, ഇനിയും പറയാനുണ്ട്. വൈകുണ്ഠം എങ്ങനെ CPIയിലേക്ക് പോയത്? അപ്പോൾ ഇവിടുത്തെ ഉള്ള ആളുകളെ നിലപാട് എടുത്താൽ ഏതെങ്കിലും ഈ പ്രാദേശിക പാർട്ടികളിലേക്ക് ചെന്നെത്തും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇവർക്കൊന്നും ചിന്തിക്കാനുള്ള ശേഷിയോ പ്രാപ്തിയല്ല. തൊഴിലാളികളുടെ പിൻഗാമികൾ തൊഴിലാളികളായി ഇരുന്നാൽ മതി എന്നുള്ള മനോഭാവം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനെ അങ്ങേക്ക് ഊഹിക്കാനോ മനസ്സിലാക്കാനോ മുതലാളിത്ത മനോഭാവം രൂപപ്പെട്ടു എന്നാണ്. തർക്കമില്ലല്ലോ. CPM ഒരു മുതലാളിത്ത സ്വഭാവത്തിലേക്ക് കോർപ്പറേറ്റ് എനിക്കതിന് തർക്കമില്ല. യെസ്. അടുത്ത് താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ CPM ഒരു നേതാവ്, ഉന്നതനായൊരു നേതാവിനെതിരെ പരാതി
കൊടുത്തു, ആ പരാതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നൊക്കെയാണ്. ആരാണ് ആ നേതാവ്? എന്തായിരുന്നു അയാൾക്ക് നേരെയുള്ള ആരോപണം? ആരോപണം സംഘടനാപരമായ അത് 2017 കൊടുത്തു, 2020 കൊടുത്തു. ഇത് രണ്ടും പാർട്ടി ജില്ലാ കമ്മിറ്റിയെ പരിശോധിക്കാൻ അന്ന് കോടിയേരി തിരിച്ചു വിട്ടു. പക്ഷേ പരിശോധനകളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്ക് പകരമാണ് 2021 എൻ്റെ പേരിൽ പാർട്ടി നടപടിയിലേക്ക് നീങ്ങിയത്. അല്ലാതെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നടപടി എന്നാണോ? പിന്നെ അല്ലാണ്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പരാതിക്കാരനോട് നടപടിയെടുത്താൽ പിന്നെ പാർട്ടി സൈലൻ്റ് ആയിക്കൊള്ളുമല്ലോ. അതാണ് ഒന്ന്, ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയം. 2, TNU വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. 3, പിന്നെ എന്നോട് മാത്രമല്ല, ഈ സംഘടനാപരമായി പാർട്ടി കേന്ദ്ര പിന്നെ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇവിടെ ആരും അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് സ്ഥാനമാനങ്ങൾ മൊത്തമായി കയ്യിൽ കൂട്ടി വച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ ആളുകളുമായി ധിക്കാരപരമായി ഇപ്പോൾ ഞാൻ MLA ആയിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ആലോചിക്കാൻ വിളിച്ചാൽ അങ്ങർക്ക് സമയം ഉണ്ടാവില്ല. ആഫീസിൽ വരുന്ന സമയത്ത് പറഞ്ഞാൽ അദ്ദേഹം മുമ്പേ നടക്കും, ഞാൻ പുറകെ പറഞ്ഞുകൊണ്ട് പോകണം. അതാണോ ആ ഒരു വ്യവസ്ഥ? അതല്ലല്ലോ. ഞാനും ഈ മൂന്നാർ പാർട്ടിക്കകത്ത് DYFI SFI DYFIക്കകത്ത് കയറുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആകുന്നു, ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പർ ആകുന്നു. ഔദാര്യം കൊണ്ടിട്ടല്ലല്ലോ. 15 കൊല്ലം MLA ആയി എന്ന് പറഞ്ഞാൽ വേറെ ആരെ വേണമെങ്കിലും അവർക്ക് നിർത്താമായിരുന്നു. ഒരാളിനോട് പോലും എനിക്ക് സ്ഥാനമാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല. MLA ആയി ഇരുന്ന ഒരാൾ MLA ആയി മാത്രം ഇരുന്നാൽ മതി, പാർട്ടിക്കകത്ത് സ്ഥാനമാനമോ യൂണിയനകത്ത് സ്ഥാനമാനമോ പാടില്ല എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ MLA ആയിപ്പോൾ മാറിക്കൊള്ളണം, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നോളണം, അല്ലെങ്കിൽ നാട്ടിൽ പൊക്കോളണം. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. വേദന കൊണ്ട് സഹിക്കുന്നവർക്ക് മനസ്സിലാവും. താങ്കൾക്കെതിരെ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ താങ്കൾക്കെതിരെ ഈ പണിത നേതാവ് ആരാ? അതിന് ഒരു ടീമാണല്ലോ, ഒരാളല്ലല്ലോ. പണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇക്കാലം മുതൽ ഞാൻ പാർട്ടിക്ക് വന്നപ്പോൾ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യും. തെറ്റുകുറ്റം ഞാൻ ഇതിന് മുമ്പ് എൻ്റെ പേരിൽ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, നടപടി വാങ്ങിച്ചിട്ടുണ്ട്. SFI ആയിരുന്ന കാലത്ത് അന്ന് നടപടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. താക്കീതുകൾ ഉണ്ടായിട്ടുണ്ട്, അതിലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? ഇതിൽ മാത്രം ഇത്ര പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നത് എന്താണ്? നമ്മളെ അവഗണിക്കുന്നു, നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, മുൻഗാമികളുടേതായ സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇതെല്ലാം പൂർണ്ണമായും അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ 5 കൊല്ലം നമ്മൾ സ്ഥലം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയും ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞിട്ടും കേൾക്കാൻ പറ്റാത്ത നേതാക്കന്മാർ ഇനി ഞാൻ പറഞ്ഞ് അപേക്ഷ വയ്ക്കുന്നതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് പരിഗണിച്ചേക്കുന്നു. ഇത്തരത്തോളം മനസ്സുകൊണ്ട് എല്ലാവരും വേറുപെട്ടു മാറി നിൽക്കുന്നു. നേതാക്കന്മാരുടെയും എൻ്റെയും മനസ്സ് യോജിക്കുന്നില്ല, മാറി നിന്നു. പക്ഷെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ സംരക്ഷിക്കണ്ടേ? അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് ബലമായി ഉള്ള ഒരു സംരക്ഷണം വേണം. അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ചിലത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. ആ നിലയിലേക്കാണ് നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ TNU ഹോട്ടലുമായി ബന്ധപ്പെട്ട കച്ചവടം, ബാങ്കിൻ്റെ, അതായത് CPM ഭരിക്കുന്ന ബാങ്കാണ്, മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക്, അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടുമൊക്കെ ഇതിനോടകം പലവട്ടം പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നതിലൊക്കെ ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. ഒരു കരുവണ്ണൂർ ബാങ്കിനേക്കാളും വലിയ ഒരു ക്രമക്കേട് ഇവിടെ നടന്നതായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരാതിയിൽ താങ്കൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ താങ്കൾക്ക് അത് പരസ്യമായി പറയാമല്ലോ, പണ്ട് പാർട്ടിയെ പേടിക്കണമായിരുന്നു, താങ്കൾ വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിൻ്റെ ഇടപാടുകളിൽ എന്ത് ക്രമവിരുദ്ധ നടപടികളാണ് നടന്നിരിക്കുന്നത്? നിയമപരമായി ഒന്നും സാധൂകരിക്കപ്പെട്ടിട്ടുള്ളതല്ല അവരുടെ ഇടപാടുകളും നടപടിക്രമങ്ങളും. ഭൂമി കിട്ടിയതും ഭൂമിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ളതും ആ ഭൂമിയുടെ പേരിൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുള്ളതും നിയമപരമല്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ സെക്രട്ടറിയുടെ മുൻപിൽ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി കൊടുത്ത രേഖ തന്നെയാണ് അതിന് സാക്ഷി. അത് വെച്ചിട്ടാണ് നമ്മൾ കോടതി കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്ന് ഒന്ന് EDയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണത്തിന് വിടണം. ഇതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ നമ്മളിതിപ്പോൾ ഇത് പാർട്ടിയെ മോശമാക്കണമെന്നുള്ള അഭിപ്രായത്തിലല്ല, പക്ഷേ സ്ഥാപനം തൊഴിലാളികളുടെയും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ അകത്ത് ക്രമക്കേടുണ്ടായി,
ആ ക്രമക്കേടിനെതിരെ പാർട്ടി തലത്തിൽ താങ്കൾ പരാതിപ്പെടാതെ താങ്കൾ നേരെ കോടതിയെയും അത് പോലീസിലേക്കും എത്തിക്കുമ്പോഴല്ലേ പാർട്ടി അത് എന്നാണ് ഞാൻ 2017-ലും 20-ലും കൊടുത്ത പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് അന്ന് പാർട്ടിക്കാണോ കൊടുത്തത്? ആ പാർട്ടിക്കാണ്, പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിക്കാണ് കൊടുത്തത്. അതിലെന്താ നടപടി ഉണ്ടായത്? ആ നടപടിയാണ് 2021-ൽ എൻ്റെ പേരിൽ രാജയ്ക്കെതിരെ ഞാൻ പ്രവർത്തിച്ചു എന്ന് വന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത ഈ ബാങ്കിൽ എത്രമാത്രം ക്രമക്കേട് നടന്നിട്ടുണ്ട് താങ്കൾക്കത് എണ്ണി പറയാൻ കഴിയും? താങ്കൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന ആളെന്ന നിലയിൽ താങ്കൾക്കത് പറയാൻ പറ്റും. ഇനിയിപ്പോൾ ED വേണമെങ്കിൽ സമീപിക്കാം, കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കളുടെ പ്രവർത്തനം ഇപ്പോൾ. അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ EDയെ സമീപിക്കാം. ഇത് എത്രയും തൊഴിലാളികളെ ബാധിക്കുന്നൊരു വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് അതിലേക്ക് താങ്കൾ കടക്കുന്നില്ല? ED വരും, കോടതി ഡയറക്ഷൻ കൊടുക്കണം. അതിനെ കോടതി ഡയറക്ഷനിലേക്ക് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സഹകരണ വകുപ്പ്, പോലീസ് വകുപ്പ്, റവന്യൂ വകുപ്പ്, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി ഇത്രയും ആളുകളോട് റിപ്പോർട്ട് കോടതിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതിൽ പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള റിപ്പോർട്ട് 2 മാസത്തിനുള്ളിൽ എത്തിച്ചേരും. കുറച്ച് കാലതാമസം മറ്റു കാര്യങ്ങളൊക്കെ വന്നു എന്ന് അവർ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണക്കാക്കിയിട്ടാണ് വേവ് ചോദിച്ചിരുന്നത്. അങ്ങനെ അതിൻ്റെ കാലതാമസം കഴിഞ്ഞിപ്പോൾ വന്നിട്ടുണ്ടാകാം. ഈ മാസം മിക്കവാറും ഡയറക്ഷൻ കൊടുക്കാൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ബാങ്കിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് KVCC അധ്യക്ഷനായ ഭരണസമിതിയാണല്ലോ. യഥാർത്ഥത്തിൽ KVCCയുടെ റോളാണോ ഇതിൻ്റെ അകത്ത് പ്രാധാന്യം? ഈ അഴിമതിയും ഈ കെടുകാര്യസ്ഥതയും അതുപോലെ ഒപ്പം തന്നെ ഈ ക്രമവിരുദ്ധ നിലപാടുകൾക്ക് KVCC ആണോ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്? KVCC തന്നെയാണ്. KVCCയെ വ്യക്തിപരമായി പേരെടുത്താണ് താങ്കൾ പരാതിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് KVCC ആണല്ലോ. പ്രസിഡന്റ് അറിയാതെ അവിടെ വേറെ ഒന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ ലളിതമായി പറഞ്ഞ ഈ ബാങ്കിൻ്റെ തരത്തിന് ക്രമക്കേട് ഏത് തരത്തിലാണ് നടത്തുന്നത്? വ്യക്തിപരമായി മാറുന്ന രീതിയിലേക്ക്, അതായത് ഈ ഭരണസമിതിയിലെ ആളുകളെ പണം കൊള്ളയടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചതായി താങ്കൾക്ക് തെളിവുണ്ടോ? ഉണ്ടല്ലോ. അതെങ്ങനെയാണ്? വാട്ടർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് സോണിൽ വാട്ടർ ബോഡി, ഒരു ഡാം, ഇലക്ട്രിസിറ്റി ബോഡിയല്ല ഇൻലെറ്റ് ഉള്ളതിൽ 1921-ൽ 500 മീറ്ററിൻ്റെ ഉള്ളിൽ റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മണ്ണിടുന്നതും അതിനെ മരങ്ങൾ മുറിക്കുന്നതും അതിനെ ടൂറിസം സെൻ്ററായി പ്രഖ്യാപിക്കുന്നതും അതിനകത്ത് വാടകയ്ക്ക് കണ്ടെയ്നർ കൊണ്ടുവെക്കുന്നതും ആ വാടകയ്ക്ക് എടുക്കുന്ന ആളുകളോട് അഡ്വാൻസ് വാങ്ങിക്കുന്നതും അതിനെ വേറെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതും ആ ഭൂമി റവന്യൂവിൽ നിന്ന് EBക്ക് കൈമാറാതിരിക്കെ EBയുടെ ഭാഗമായി ബാങ്ക് സൊസൈറ്റിക്ക് എഗ്രിമെൻറ്റ് കൊടുക്കുന്നതും ആ കൊടുത്തത് സാധൂകരിക്കാതെ നിയമവശമില്ലാതെ ബാങ്കിൽ നിന്ന് പണമെടുക്കാൻ സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രാർ അനുവാദം കൊടുത്തതും ആ അനുവാദത്തിൻ്റെ പേരിൽ ലീഗൽ സൈഡ് ഒന്നും റൈറ്റ് ഇല്ലാതെ പണം പിൻവലിച്ചതും എല്ലാം ക്രമക്കേടാണ്. എത്ര കോടി രൂപ? അതിന് ഇപ്പോൾ അവർ പറഞ്ഞത് അനുസരിച്ച് ചൈനയിൽ പോയി 12 കോടി രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് 4 കൊല്ലത്തിന് മുൻപ് പറഞ്ഞു. ആ 4 കൊല്ലത്തിന് മുൻപ് വാങ്ങിച്ച 12 കോടി രൂപ സാധനം വാങ്ങിക്കാൻ അത്രയും കാശ് പിൻവലിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ട നിയമങ്ങൾ? അതിനെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ റൈറ്റ് ഉണ്ടോ? NOC ഉണ്ടോ? ഒരു 1000 പൊതുയോഗം പ്രസംഗിച്ചിട്ടുണ്ടാവും. 8 വില്ലേജുകൾ NOC പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിൽ മിനിമൈസ്ഡ് ഒരു സിസ്റ്റത്തിൽ കൺസ്ട്രക്ഷൻ അല്ലാത്ത സിസ്റ്റമാണെങ്കിലും താൽക്കാലിക കൺസ്ട്രക്ഷൻ ആണെങ്കിലും പാടില്ല എന്നിരിക്കെ ഡാമിനകത്ത് 1 മീറ്ററും 1/2 മീറ്ററും 4 അടിയും ഈ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ വാട്ടർ ബോഡിക്കകത്ത് ഈ സ്ഥാപിക്കാൻ സാധനം കൊണ്ട് ഇറക്കി വെച്ചു എന്ന് ബാങ്കിൻ്റെ സെക്രട്ടറി പറയുകയാണ് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, ഈട് കൊടുക്കാതെ നിങ്ങൾ വായ്പ കൊടുക്കുമോ? എങ്ങനെയാണ് ബാങ്കിൻ്റെ പൈസ എടുക്കുന്നത്? അപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്തത് പറ്റുമോ ഇല്ലയോ എന്ന് ഒരു സോഷ്യലായി മൈൻഡ് സെറ്റിലില്ലാത്ത ബോധ്യമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് പെട്ടെന്ന് പണം എടുത്ത് സാധനം വാങ്ങിച്ചു വെക്കുന്നത് എന്തുകൊണ്ട്? 1. 2, അതിന് വേറെ ഒരു സൊസൈറ്റി എഗ്രിമെൻറ്റ് വെക്കുന്നത് എങ്ങനെ? ഇനി അത് സബ് ലീസ് കണ്ടെയ്നറിന് കൊടുക്കുന്നത് എങ്ങനെ? അവരോട് വാടക വാങ്ങിക്കുന്നത് എത്രയാണ്? അത് എത്രയാണ് ഈ ബാങ്കിലേക്ക് കിട്ടുന്നത്? എത്രയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അടയ്ക്കുന്നത്? ഇതാണ് ഒരു വിഷയം. TNUവിൽ അതോടൊപ്പം തന്നെയാണ് ഇപ്പം ഇവിടെ വിജയവര രൂപത ബിഷപ്പ് ഹൗസ് ഇരിക്കുന്ന ബിൽഡിങ് പീറ്റർ സാറിൻ്റെ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് ഹൈക്കോടതിയിൽ നിന്ന് ഏലത്തിലെടുത്തത് 5 കോടി രൂപയ്ക്ക് താഴെയാണ്. 50 സെൻറ്റും ആ കെട്ടിടവും. ഇതിൽ 1.25 സെൻറ്റോ 1.5 സെൻറ്റോ ഉണ്ട്.
ആ കെട്ടിടത്തിന് 29.5 കോടി രൂപയ്ക്ക് ലേലം എടുത്ത ആ സ്ഥലം ഇതുപോലെ കോടതി ലേലത്തിൽ പോയ ഒരു സാധനമാണ് ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് നടത്തിയത് കോടതിക്ക് പുറത്ത്. അത് കോടതിയിൽ സെറ്റിൽമെൻ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ 10 കോടിക്ക് താഴെ നിൽക്കുമായിരിക്കും. ഇനി അത് അല്ലെങ്കിൽ പോലും ക്രിമിനൽ ട്രിബ്യൂണലിൽ അത് പൊളിക്കാനിട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ നിലപാടെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കോടതി മുഖാന്തരമാണെങ്കിൽ ബാങ്കിന് ഇങ്ങനെ ലാഭം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇത്. അത് കൂടാതെ ബാങ്കിൽ പണയം വെച്ചവരുടെ സാധനങ്ങളുടേതായ അറിയിപ്പ് കൊടുക്കാതെ തന്നെ ലേലം വച്ചിട്ടുണ്ട്. ബാങ്കിൽ വായ്പ എടുത്ത ആളുകളുടെ കണക്കില്ലാതെ ആളുകൾക്ക് പിന്നെയും പൈസ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഉള്ളപ്പോഴേ ഈ ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞപ്പോഴും അത് ബാങ്ക് നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളെയല്ല ആ വസ്തുതകൾ അവഗണിക്കുക എന്നുള്ളതും പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നത്. നിങ്ങൾ ഈ CPM-ൽ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിർത്തിയിരിക്കുന്നത് 2 പേരേ ഉള്ളൂ. പേര് പറയാമോ? ഒരാൾ KV ശശി, മറ്റൊരാൾ പ്രതിസ്ഥാനത്താണേൽ പോലും നിവൃത്തിയില്ലാത്ത പറയുന്നതുകൊണ്ടല്ലേ. അദ്ദേഹം സെക്രട്ടേറിയറ്റ് മെമ്പർ പറയുന്നത് ഘടകം അനുസരിച്ച് അതിനെ അനുകൂലിക്കുക എന്നുള്ള നിലപാടുള്ള ഒരു നേതാവാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. അവർക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർ പറയുന്നത് വിശ്വസിക്കുക അല്ലാതെ അതിൻ്റെ താഴെയുള്ള ഘടകത്തിലുള്ള ആൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താങ്കൾ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പാർട്ടി തീരുമാനമെടുത്തിരുന്നെങ്കിൽ താങ്കൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി എടുക്കേണ്ടതില്ലായിരുന്നല്ലോ. പാർട്ടിയുടെ നിലപാട് പാർട്ടിയോട് കൂറ് കാണിക്കുന്ന വസ്തുതാപരമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ പ്രശ്നമില്ല. അത് കഴിഞ്ഞതിന് ശേഷം വ്യക്തിപരമായ സമീപനങ്ങളിലേക്ക് വരികയും പിന്നെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള നിലയിലേക്ക് നിലപാട് സ്വീകരിക്കുകയും അത്തരത്തിലേക്കുള്ള സമീപനം വൈരുദ്ധ്യപരമായി വന്നപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ള ബോധ്യം വന്നപ്പോഴല്ലേ നമ്മൾ പിന്നെ അടുത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുന്നത്. യെസ്, ഇത് ഇനിയിപ്പോൾ നമുക്കൊരു 2ാം ഘട്ടം എന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്ഥാനത്തിൽ അതിൽ താങ്കളുടെ സ്വീകാര്യത എത്രമാത്രമാണ്? പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി, നരേന്ദ്രമോദിയുടെ പാർട്ടി, രാജ്യത്ത് അനേകം വികസനങ്ങൾ കൊണ്ടുവരുന്ന പാർട്ടി, അത്തരം ഒരു പാർട്ടിയിലേക്ക് താങ്കൾ കടന്നു വരുമ്പോൾ ഈ ചുമപ്പിൻ്റെ ചട്ടക്കൂടുകൾ വിട്ട് പുതിയൊരു ചട്ടക്കൂടിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടാണോ അതോ അതിനെ എങ്ങനെ മാനസികമായി താങ്കൾ ഉൾക്കൊണ്ടു? സ്വാർത്ഥതയില്ലാതെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന ഏത് പ്രസ്ഥാനവും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റും. അത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, PJP എന്നില്ല. പിന്നെ PJPയിലേക്ക് പോയത് ശരിയാണോ എന്ന് താങ്കൾ നേരത്തെ ചോദിച്ചതിൽ ആ ചോദ്യത്തിൻ്റെ ധുനി അതായിരുന്നു. ഇപ്പോൾ ചോദിക്കുന്നതിൽ ആദ്യം മറുപടി പറയേണ്ടതും അതുതന്നെയാണ്. PJP ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്താണ് PJP ഇല്ലാത്തതെന്ന് പറയാമോ? ഇന്ന് കാണുന്ന എല്ലാ പാർട്ടിക്കകത്തും PJP ഉണ്ട്. PJP നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, ഒരു വർഗീയ പാർട്ടിയാണോ? ആ വർഗീയ പാർട്ടിയായി കണക്കാക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തുമുണ്ട്. ആ പാർട്ടിക്കകത്ത് എല്ലാ ധാരണയിൽ ചേരിതിരിവുണ്ട് എന്നാണ് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലേ നിഷേധിക്കാം. പക്ഷേ ആ വിധി ഞാൻ PJPക്ക് പോയത് കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് കരുതരുത്. അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പാർട്ടിക്കകത്ത് വന്നു, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നല്ല, ഞങ്ങൾ കൂട്ടായ ആലോചനയിൽ എടുത്ത ഒരു നിലപാടിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിലേക്കാണ് ഇത്. ഞങ്ങൾ അങ്ങനെ ഇഷ്ടമില്ലേലും ഉൾക്കൊള്ളുക തന്നെ, ചിലത് നമ്മൾ ഏറ്റേ പറ്റും. അങ്ങനെയാണ് PJPയിൽ ചേരുന്നത്. അത് 4 വശങ്ങളും എന്ത് വന്നാലും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ ചേരുന്നത്. ഇനി CPMലുള്ള സമയത്ത് എത്രത്തോളം ജീവനും പാർട്ടിയും പ്രധാനം എന്ന് കരുതിയോ അതേപടി ഇതിൽ ചേർന്ന ആ ദിവസം മുതൽ, ആ മണിക്കൂർ മുതൽ ഈ പാർട്ടിയോട് കൂറും ആത്മാർത്ഥതയും ജീവനും ഒപ്പം അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം, അത് തന്നെയാണ് നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ കാണുന്നതും ഞങ്ങൾ കണ്ടത് നിലവിൽ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലുള്ള പല തടസ്സങ്ങൾ, അതായത് വനമേഖലയിലെ തടസ്സങ്ങളുണ്ട്, തോട്ടമേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ആരോഗ്യ മേഖലകൾ, ഹോസ്റ്റൽ, സ്കൂല്, ഇങ്ങനെ ഈ എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സാമ്പത്തികമായും സാഹചര്യങ്ങൾ കൊണ്ടും നിയമം കൊണ്ടും നമുക്ക് സഹകരിക്കാൻ ഉപകരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. അത് ചേരുന്ന മുമ്പ് ഞാനും ഗുരുനാഥൻ അണ്ണനും കൂടി
സ്റ്റേറ്റ് പ്രസിഡൻറ്റുമായി സംസാരിച്ചിരുന്നു. അതിന് മുൻപ് 1-2 ചർച്ചകൾ നടന്നെങ്കിലും പാർട്ടിയുമായി പ്രവേശിക്കുന്നത് ചർച്ച ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്ലാന്റേഷൻ മേഖലയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുടെ കാര്യം പരിഹാരത്തിലെടുക്കാൻ പറ്റും. അവർക്ക് നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകൾ അത് സഹായിക്കാൻ പറ്റും. ഇപ്പോൾ നേര്യമംഗലം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന റോഡുകൾ ഉൾപ്പെടെയുള്ള മന്നവഞ്ചോല, ചിന്നാറ്, കൊടൈക്കനാൽ റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനഭൂമിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ വേവ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ ജാതി പ്രശ്നം ഇപ്പോൾ MLA അടക്കമുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിലൂടെ സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഒപ്പം വെൽഫെയർ ഫണ്ടുകൾ, ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസുകളെല്ലാം 0 ബാങ്ക് അക്കൗണ്ടിലൂടെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് അവരതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ, അവരും എല്ലാം മാർക്കറ്റിങ്ങിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണല്ലോ. ഒരു പാർട്ടിക്ക് ആളുണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ. അപ്പം നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെക്കാളും വിഷമത്തെക്കാളും നല്ലത് നമുക്കൊരു അർപ്പണബോധത്തോടുകൂടി പാർട്ടിയിൽ യോജിച്ച് പ്രവർത്തിച്ചാൽ, BJPയിൽ ചേർന്നാൽ ഇത്രയും സഹായം പൊതുജനങ്ങൾക്കും നമ്മളെ 4 വട്ടം ജയിപ്പിച്ച ആളുകൾക്കും നമ്മളോടൊപ്പം നിന്ന ആളുകൾക്കും അതിനോടൊപ്പം എതിരെ നിൽക്കുന്നവർക്ക് പോലും ഇത്രയും സഹായം ചെയ്തു കൊടുക്കാനാവും എന്നുള്ള ധാരണയാണ് ഞങ്ങളെ ബലപ്പെടുത്തിയത്. പാർട്ടിയിൽ യോജിക്കാനും എത്തിച്ചേരാനും ഉണ്ടായ ഘടന. BJPയിൽ താങ്കൾ ചേർന്നതിന് ശേഷം ഈ തോട്ടം മേഖലയിൽ എങ്ങനെയാണ് ആ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? അതോ ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രസ്ഥാനങ്ങളെ പറ്റി അവിടുത്തെ നേതാക്കന്മാരുടെ യാതൊരു ചലനവും രാജേന്ദ്രന് തോട്ടം മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? തോട്ടം മേഖലയിലെ യൂണിയൻ നേതാക്കൾ ഇപ്പോൾ 1 മാസമായാണ് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളിൽ വാസ്തവത്തിൽ ശ്രദ്ധയുണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഞങ്ങൾ പാർട്ടിക്കകത്ത് BJPക്ക് പോയത് ഒരു പ്രധാന കാരണം തന്നെയാണ്. തോട്ട മേഖലയിൽ പോയി രാജേന്ദ്രൻ്റെ കൂടെ പോകരുത്, 8-ാം തീയതി ആയപ്പോൾ നിങ്ങൾ ആരും മൂന്നാരിൽ പോകരുത് എന്നെല്ലാം അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിചാരിച്ചത് 500 പേർ മതിയെന്നാണ്. പക്ഷേ 1000 ചില്ലോണം ആളുകളാണ് തോട്ട മേഖലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിന് ഇന്നിപ്പോൾ അവർ പറയുന്ന കണക്ക് എന്നോടും ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ എല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു 100-300 പേർ വന്നിട്ടുണ്ടാവും. പിന്നെ പുറത്തിരുന്ന് വന്നു, ജില്ലയുടെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നു. ഞാൻ പറയുന്നത് രാഷ്ട്രീയ കള്ളത്തരം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തുപെടുന്നതല്ല. അതിന് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല. 18 വണ്ടി 20 വണ്ടി, ഞാൻ പറയുന്നത് എവിടെ നിന്നെങ്കിലും വണ്ടി വന്നാലല്ലേ ആളുകൾ വരാൻ പറ്റുള്ളൂ. അത് ജില്ലയ്ക്ക് പുറമേ നിന്നുള്ള വന്ന വണ്ടി അങ്ങനെയാണ്, അതാണ് ഇതാണ്. ആ ഫോട്ടോസ് ഇപ്പോഴും കാണാൻ പറ്റും ആളുകൾ എവിടെയുള്ളവരാണ് എന്ന്. അതുകൊണ്ട് തോട്ട മേഖലയിൽ മിനിമം 1000 പേരെങ്കിലും പ്രകടനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വണ്ടികളെല്ലാം ഇപ്പോൾ വേണമെങ്കിലും നമ്പർ പറയാൻ പറ്റും, പൈസ കൊടുത്താണല്ലോ. മറ്റൊരു കാര്യം, അവരെ ഞങ്ങൾ ഊത്തിരിക്കാനൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ട്രേഡ് യൂണിയൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വന്നിട്ടുള്ളവരോടും പറഞ്ഞു ഇപ്പോൾ ഏതാത് യൂണിയനിൽ നിൽക്കുന്നുണ്ടോ അതാത് യൂണിയനിൽ നിന്നോ. നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി ബാങ്ക് ഇനാഗ്രൽ ചെയ്തിട്ടുണ്ട്, അതിലൂടെ വായ്പ കൊടുക്കുന്ന അവസരത്തിലും നമ്മൾ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മൾ ചേർന്നിട്ടുണ്ട്, അതാണ്. പിന്നെയുള്ളത് ലൈൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ വെൽഫെയർ സ്കീമുകളിലേക്ക് പോകാനാണ്. അങ്ങനെ സേവന മേഖലയിൽ പോകാനും പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾ കാണുന്നത്. എന്നാൽ ട്രേഡ് യൂണിയനുമായി ഇറങ്ങി ഇവരുമായിട്ട് ഇത്രയും പ്രശ്നങ്ങളാണ് അവർ കണക്കാക്കുന്നത്, വാശിക്ക് വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നതെങ്കിൽ അത് ചാലഞ്ചായി പിടിക്കാനും ഒട്ടും മടിയില്ല. അക്കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. അതിന് അടിത്തറവായിട്ടേ ചെയ്യുള്ളൂ. അക്കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. മാന്യമായി പരസ്പര സഹകരണത്തിൽ അതായത് പൊളിറ്റിക്കൽ കോംപ്രമൈസ് ഒരു കാരണവശാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. തൊഴിലാളികൾക്ക് ഇപ്പോൾ എസ്റ്റേറ്റ് ലൈൻസ് എല്ലാം നന്നാക്കി കൊടുക്കാനോ ആളുകൾക്ക് വീട് കൊടുക്കാനോ 3 യൂണിയൻ വിചാരിച്ചാൽ നടക്കുമോ? അവർക്കൊരു ഹോസ്പിറ്റലൈസ്ഡ് 5 ലക്ഷം രൂപ വരെ വരുന്ന ഇൻഷുറൻസ് ചെയ്തു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ? പറയട്ടെ. അപ്പോൾ അത് വേറെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ. അത് BJP ആണെങ്കിൽ BJP, അത് അവരുടെ യൂണിയനിൽ നിൽക്കുന്ന ആളുകൾക്കും കിട്ടും, ഞങ്ങളോട് നിൽക്കുന്ന ആളുകൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ഈ യൂണിയനിൽ ചേർന്നാലേ പറ്റുള്ളൂ, BMSC വന്നാലേ നിങ്ങൾക്ക് തരുള്ളൂ എന്നുള്ള വ്യവസ്ഥകളില്ല. അത് അവർ ആദ്യം മനസ്സിലാക്കണം. പിന്നെ പോകുന്ന സ്ഥലത്തെല്ലാം ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ലതാണ്. ആളുകൾ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കും, ഞങ്ങൾക്ക് അവർ സഹായം കിട്ടും. ഒരാൾക്ക് ഒരു സഹായം കിട്ടുമ്പോൾ അവർ എവിടെ നിൽക്കണമെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെയും നമുക്ക് ഈ ചാപ്റ്റർ എടുക്കാം. ഇപ്പം ഞങ്ങൾ അതിലേക്ക് ശ്രമിക്കുന്നില്ല. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ വരവോടുകൂടി
കേരളത്തിലെ BJPക്ക് നിയമസഭാ മണ്ഡലങ്ങളെ വിവിധ രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. A മണ്ഡലമെന്നും B മണ്ഡലമെന്നും C മണ്ഡലമെന്നും ഒക്കെ. അതായത് ഏറ്റവും സാധ്യതയുള്ളൊരു മണ്ഡലങ്ങളിലേക്ക് A കാറ്റഗറിയിലേക്ക് ഈ മണ്ഡലത്തെ BJP സംസ്ഥാന നേതൃത്വം കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA പ്രതിനിധീകരിച്ച് ഈ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയ ഭാവി? നമ്മളൊരു മത്സരം എന്ന് പറയുമ്പോൾ വിജയപരാജയമല്ല മുമ്പിലുള്ളത്. എനിക്ക് മത്സരിക്കാനുള്ള മൈൻഡ് സെറ്റോ മാനസികാവസ്ഥയോ ഇപ്പോൾ ഇല്ല. ഇത് ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പറയുന്നു, അതാണ് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ താല്പര്യമാണ്, അതിനെ പരമാവധി നമുക്ക് പറയാം. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് ഏതൊരു വ്യക്തിയും ഏതൊരു പാർട്ടിയിലും വിധേയനാണ്. അപ്പോൾ ആ പാർട്ടി പറയുമ്പോൾ വിധേയപ്പെടേണ്ടി വരും. അക്കാര്യത്തിൽ തർക്കമില്ല. അതിൽ പരാജയമോ വിജയപരാജയമോ അല്ല വിഷയം, മത്സരമാണ്. അത് പാർട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നിലപാട്. ഈ തോട്ടം മേഖലയിൽ 40 വർഷത്തോളം പൊതുപ്രവർത്തനം നടത്തിയ ആളെന്ന നിലയ്ക്ക് താങ്കൾ ഈ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ താങ്കളുടെ ഈ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ആളുകൾ എത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജനങ്ങൾ എത്രമാത്രം സപ്പോർട്ട് തരുമെന്നുള്ള ഒരു വിശ്വാസം. അതായത് മുന്നണിക്കപ്പുറം മാറി ചിന്തിക്കുമ്പോഴും വ്യക്തിപരമായ ഉണ്ടാക്കിയ ഈ 40 വർഷത്തെ ബന്ധം എങ്ങനെ പൊളിറ്റിക്കലി മുതലാക്കാൻ കഴിയും? ഞാൻ 8-ാം തീയതിക്ക് ശേഷം എനിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപങ്ങളും, ഇപ്പോൾ ഈ ഇടയ്ക്ക് ബാബു എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അത് തൊമ്മച്ചൻ ചേട്ടൻ്റെ മകൻ, പുള്ളിയുടെ അച്ഛൻ പോലും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകന് ആയിരക്കണക്കിന് ആളുകളുമായി ഞാൻ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വാർഡിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 44 വോട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ഒരു അക്കോമഡേഷൻ ചെയ്യുമ്പോൾ ചില ഇടവല മാറ്റങ്ങളൊക്കെ അതിനകത്ത് ചലനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ ചെന്ന് വ്യക്തിപരമായി സംസാരിച്ച് അതിനെതിരെ പദപ്രയോഗങ്ങൾ മോശമായി ചെയ്യിക്കുക എന്നുള്ളത് വരെ CPMൻ്റെ ഭാഗത്തു നിന്ന് ചില്ലറ പണിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ആക്ഷേപങ്ങളും ഇതുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാനിത് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനം വിശ്വാസത്തിലും ഉൾക്കൊള്ളാനും കഴിയുന്ന ആളുകൾ എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് ചിലർ നിർബന്ധത്തിന് വഴങ്ങി മാറി നിൽക്കുന്ന ആളുകളും ഉണ്ട്. കാരണം 8-ാം തീയതി ഒപ്പം വരാമെന്ന് പറഞ്ഞ് ചില ആളുകൾ വന്നിട്ടില്ല. എന്നാൽ പറയാത്തതും പ്രതീക്ഷിക്കാത്തത്തെ ആളുകൾ വന്നിട്ടുണ്ട്. അത് 3 പാർട്ടിക്കകത്തുമുണ്ട്. അതിൽ CPM നിന്ന് കുറച്ച് കൂടുതൽ ആളുകൾ വന്നു, CPI അതിന് അടുത്ത് ആളുകൾ വന്നിരുന്നു, കോൺഗ്രസിൽ നിന്നും കുറച്ച് ആളുകൾ വന്നു. ഞങ്ങൾ 3 പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ BJPയിലേക്ക് പോകാൻ പോയത്, അതിൽ ഒരാൾ വന്നില്ല. പിന്നെ ഞങ്ങൾ CPIയും CPM നിന്ന് 2 പേരും ഞാനും ഗുരുനാഥനും പോയി, അത്രയേ ഉള്ളൂ. എന്നെ ഇപ്പോൾ CPMൻ്റെ ഭാഗമായി കൂട്ടേണ്ട 5 കൊല്ലമായിട്ട് ഞാൻ ആ പാർട്ടിക്കകത്തില്ല. പക്ഷേ ഗുരുനാഥനൻ അതിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അമർഷവും വേദനയും CPIയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും എനിക്ക് നല്ലപോലെ അറിയാം. എന്താ ഇതുവരെ BJPക്ക് പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ആണോ താങ്കളുടെ പ്രതീക്ഷ? അസംതൃപ്തരാണ് ജനങ്ങൾ. അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ അവരുടെ മുമ്പിൽ നമ്മളും അവതരിപ്പിക്കും, അവരും അവതരിപ്പിക്കും. അതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടത് അവർക്ക് സ്വീകരിക്കാം. അവസാനമായി ഒരു ചോദ്യം. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരുണ്ടല്ലോ, ആ പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു സ്ഥാനമൂഹിയല്ല, ഞാൻ മത്സരിച്ചേ മതിയാകുമെന്ന ആഗ്രഹം കൊണ്ടിട്ടുമല്ല. ഒപ്പം നിൽക്കുന്ന ആളുകളെയും സംരക്ഷിക്കേണ്ടത് ഉണ്ട്. സാമൂഹികമായ ചില മാറ്റങ്ങൾ നിയമപരമായും ഗുണകരമായ ആനുകൂല്യങ്ങൾ അളവിന് അപ്പുറത്തും കിട്ടേണ്ടതുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ തോതും അല്ലെങ്കിൽ അവരുടേതായ പരിമിതിയും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ നടപടി സ്വീകരിക്കാതെ ഈ വസ്തുതാപരമായി പോയിരുന്നെങ്കിൽ പോലും അത് ആ നിലയ്ക്ക് തന്നെ പോകുമായിരുന്നു. പക്ഷേ ഒരു മാനസികമായി നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പ്രവണതകൾ വന്നപ്പോഴാണ് പ്രതികരണമുണ്ടായത്. ആ പ്രതികരണത്തിൻ്റെ പേരിൽ നടപടി എന്നുള്ള നിലയിലേക്ക് പുറത്തേക്ക് വരേണ്ടിയും വന്നു. എന്നാലും എന്നോട് എൻ്റെ സുഹൃത്തുക്കളും പലരും ആവശ്യപ്പെട്ടതുപോലെ ഇത്രയും വർഷക്കാല അനുഭവങ്ങൾ ജനം തന്നതാണ്.
ആ ജനങ്ങൾ തന്നതിന് എവിടെയെങ്കിലും നിന്ന് അവർക്ക് സേവനം ചെയ്തുകൂടെ എന്ന ചോദ്യത്തിനെയാണ് അതിനെ എന്നാൽ സേവനം ചെയ്യാം, നമ്മുടെ ഒരു ജീവിതകാലം കടന്നു പോട്ടെ എന്ന് കരുതാതെ നമ്മൾ ഇപ്പം എന്ത് കരുതിയാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് പാർട്ടിക്കകത്തും നിൽക്കാം എന്ന് കൂട്ടായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയായത്. അതുകൊണ്ട് എല്ലാവർക്കും സഹായം എന്നെക്കൊണ്ട് പ്രവർത്തിക്കുന്ന അത്രയും എന്നെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. തീർച്ചയായും ഒരു സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പത്തിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് ദേവികുളം മുൻ MLA S. രാജേന്ദ്രനാണ്. എല്ലാ ഭാവങ്ങളും നന്ദി.